ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. രജോ ഗുണഭക്തന്മാർ പലതും ആഗ്രഹിച്ചാണ് ഭഗവാനെ സേവിക്കുന്നത്. എന്നാൽ ഇനി തമോ ഗുണഭക്തന്മാർ എപ്രകാരമായിരിക്കും എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിനാൽ നമുക്ക് അതൊന്ന് നോക്കാം. ശത്രു സംഹാരവും മറ്റും ഓർത്തു സേവിപ്പു താമസർ, സത്വാദിമൂന്നും ജീവന് മാത്രമെന്നെ തൊടില്ലവാം. ശത്രു സംഹാരവും മറ്റും തൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കുകയും വേണം. തനിക്ക് വിരുദ്ധമായി ആരെല്ലാം പ്രവർത്തിക്കുന്നുവോ അവരെ നശിപ്പിക്കുകയും വേണം. ഈ ഉദ്ദേശം വെച്ചുകൊണ്ട്, അതായത് ശത്രുവിനെ സംഹരിക്കാനുള്ള ഉദ്ദേശവും വെച്ചുകൊണ്ട് ഈശ്വരനെ ഭജിക്കുന്നതാണ് താമസഭക്തന്മാർ. സത്വഗുണമാണ് ഏറ്റവും ഉന്നതന്മാർ. അവർ ഒരാഗ്രഹവുമില്ലാതെ ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാനെ സ്മരിച്ചു കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തേത് തൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഈശ്വരനെ ഭജിക്കുന്നു. അതാണ് രജോ ഗുണഭക്തന്മാർ. തമോ ഗുണഭക്തന്മാർ അതിലും ഒരുപടി താഴെയാണിരിക്കുന്നത്. അതെന്താണ്? ശത്രു സംഹാരവും മറ്റും. ശത്രുക്കളെ സംഹരിക്കണം. അതിനാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ തമോ ഗുണ ആരാധനയാണ് ക്ഷേത്രാദികളിൽ അധികവും നടക്കുന്നത്. അതെന്താണ്? അവിടെയാണ് ശത്രു സംഹാര പൂജ പറയുന്നത്. ശത്രുക്കളെ സംഹരിക്കണം, അതിനെ പുഷ്പാഞ്ജലി നടത്തുന്നു. ഇത്തരത്തിലുള്ള പുഷ്പാഞ്ജലികളൊക്കെ താമസ ഗുണഭക്തന്മാരാണ് ചെയ്യുന്നത്. അതാണ് ശത്രു സംഹാരവും മറ്റും ഓർത്തു സേവിപ്പതി താമസൻ. ശത്രുക്കളെ സംഹരിക്കുന്നതിന് വേണ്ടി താമസന്മാരാണ് ഭഗവാനെ സേവിക്കുന്നത്. ഒരിക്കൽ ഒരാൾ തൻ്റെ അയൽക്കാരനുമായി ഇടയ്ക്ക് ശണ്ട കൂടാറുണ്ട്. അങ്ങനെ അയാൾ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് തിരുമേനിയോട് പറഞ്ഞു, പൂജാരിയോട് പറഞ്ഞു, എൻ്റെ ഒരു ശത്രു, അതായത് ക്ഷേത്രങ്ങളിലെ വഴിപാട് ലിസ്റ്റിൽ ഉള്ള ഒന്നാണ് ശത്രു സംഹാര പൂജ. ഈ ശത്രു സംഹാര പൂജ അല്ലെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലി എന്ന പേരിലുള്ള വഴിപാടിനാണ് ഏറ്റവും അധികം ആൾക്കാരുള്ളത്. കാരണം ഒരു ക്ഷേത്രത്തിൽ കുറച്ച് സാമ്പത്തികമായ പ്രതിസന്ധി വന്നപ്പോൾ ഒരു വിദ്വാൻ പറഞ്ഞു, നമുക്ക് വഴിപാട് ലിസ്റ്റിൽ ഒന്നുകൂടി കൂട്ടി വയ്ക്കുക. അതാണ് ശത്രു സംഹാര പുഷ്പാഞ്ജലി. ആ ശത്രു സംഹാര പുഷ്പാഞ്ജലി വെച്ചപ്പോൾ വരുന്ന ജനങ്ങളെല്ലാം ലിസ്റ്റ് വായിച്ച് ആ ഒരു പുഷ്പാഞ്ജലി എനിക്ക് വേണം എന്നായി. എല്ലാവരും അത് ഷീട്ടാക്കി ശത്രു സംഹാര പൂജ പൂജാരിയെ കൊണ്ട് ചെയ്യിച്ചു. അതിൽ ഒരാൾ വളരെ കാര്യമായി തന്നെ തിരുമേനിയെ കണ്ടു പറഞ്ഞു, എനിക്ക് പൂജ ഫലിക്കണം, ശരിക്കും അങ്ങ് നല്ലോണം കണ്ട് തന്നെ പ്രാർത്ഥിച്ചു വേണം ആ പൂജ ചെയ്യാൻ. അതിനെത്ര പൈസ വേണമെങ്കിലും ഞാൻ തിരുമേനിക്ക് എത്തിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ശത്രുസംഹാര പൂജയ്ക്ക് വേണ്ട എല്ലാ വഴിപാടുകളും നടത്തി അതിനുള്ള പൈസയൊക്കെ കൊടുത്ത ശേഷം ഇദ്ദേഹം പിറ്റേ ദിവസം നേരെ നോക്കിയത് തൻ്റെ ശത്രു മരിച്ചുപോയോ എന്ന വാർത്ത കേൾക്കാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവത്തിന് ശക്തിയില്ലേ, അവിടെ ഞാൻ പൂജിച്ചാൽ അയാൾ ഉടനെ വീണു പോകും, എങ്ങനെയെങ്കിലും അയാൾ മരിക്കും എന്ന സന്തോഷത്തിലാണ്. എന്ന് രാത്രി അയാൾ ഉറങ്ങിയിട്ടില്ല. നേരം വെളുത്താൽ ഈ ശുഭവാർത്ത കേൾക്കാൻ വേണ്ടിയാണ് അയാൾ കാത്തിരിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ അയാൾ ആരോഗ്യത്തിന് ഒരു കുറവുമില്ലാതെ സാധാരണത്തെ പോലെ തൻ്റെ വീട്ടിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നതാണ് കണ്ടത്. ഇതോടുകൂടി അയാൾ കരുഷനായി. അയാൾ ദേഷ്യം വന്നു. ആ പൂജാരി ശരിക്കും പൂജ നടത്തിയിട്ടില്ല, എൻ്റെ പൈസ വാങ്ങി വിഴുങ്ങുകയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അയാൾ നേരെ ക്ഷേത്രത്തിലേക്ക് ഓടി. അല്ല തിരുമേനി, ഞാൻ അങ്ങക്ക് പൂജ ചെയ്യാൻ വേണ്ടി കണക്കിലധികം പണവും തന്നു, അങ്ങനെ ഷീട്ടാക്കുകയും ചെയ്തു, എന്നിട്ട് നിങ്ങൾ ആ പൂജ ചെയ്തില്ലേ എന്ന് ചോദിച്ചു. പൂജ ഞാൻ ചെയ്തല്ലോ, എന്നിട്ട് എൻ്റെ ശത്രു അതാ ജീവനോടുകൂടി ഇപ്പോഴും നടക്കുന്നു എന്ന് പറഞ്ഞു.
അപ്പോൾ ആ തിരുമേനി പറയുകയാണ്, അല്ല, എന്താണ് ഈ ശത്രു സംഹാര പൂജ എന്ന് പറയുന്നത്? നിങ്ങൾ ധരിച്ചതുപോലെ അല്ല. പുറമേ ഒരാളല്ല നിങ്ങളുടെ ശത്രു. നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന കാമം, ക്രോധം, മതം, മത്സര്യം, അഹങ്കാരം, ഇതൊക്കെയാണ് നിങ്ങളുടെ ശത്രു. അതിനെയാണ് നമ്മൾ സംഹരിക്കേണ്ടത്. അതിനെ സംഹരിച്ചാൽ നമുക്ക് ശുഭമായിരിക്കും, നമുക്ക് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകും. അല്ലാതെ മറ്റൊരാളല്ല നമ്മുടെ ശത്രുവായിരിക്കുന്നത്. മറ്റൊരാളെ സംഹരിക്കാൻ ആരാലും സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ കർമ്മം തീരുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് മരണമുള്ളൂ. ഈശ്വരൻ പോലും ആ നിയമത്തെ നിഷേധിക്കുകയില്ല. അതുകൊണ്ടാണ് നിങ്ങളാണ് തെറ്റിദ്ധരിച്ചത്, ഈ തെറ്റിദ്ധാരണയെ തിരുത്തുക എന്ന് പറഞ്ഞ് അദ്ദേഹം അതുപോലെ തിരുവേനിമാർ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് വേണം. അപ്പോൾ അയാൾ തിരുത്തി, ശരിയാണ്, ഇന്നു മുതൽ ഞാൻ എൻ്റെ മനസ്സിൽ പൊന്തിക്കൊണ്ടിരിക്കുന്ന ശത്രുതാ മനോഭാവം ഉപേക്ഷിക്കും എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ നന്നായി നല്ല നിലയിൽ പിന്നെ കാണാൻ തുടങ്ങി. ആ ശത്രു എന്ന് തോന്നിയ മനുഷ്യനോട് സ്നേഹത്തോടു കൂടി പെരുമാറാൻ തുടങ്ങി. ഇതല്ലേ നമ്മളിൽ വരുത്തേണ്ട മാറ്റം. എന്നാൽ ഈ സത്വം, രജസ്, തമസ് എന്ന 3 ഗുണങ്ങളും ജീവനെയാണ് ബന്ധിക്കുന്നത്. ഇവയൊന്നും തന്നെ ഈശ്വരനെ ബാധിക്കുകയില്ല. ഈശ്വരൻ ത്രിഗുണാതീതനാണ്. ഇവയ്ക്ക് 3നും ത്രിഗുണം എന്നാ പറയുന്നത്. ത്രിഗുണാതീതനാണ് ഈശ്വരൻ. ഈശ്വരനെ ഒരു ഗുണവും ബാധിക്കുകയില്ല. എന്നാൽ ശരീരസ്ഥനായ ദേഹിയെ അല്ലെങ്കിൽ ജീവനെ ഈ ഗുണങ്ങളെല്ലാം ബാധിച്ചുകൊണ്ടേ ഇരിക്കും. ഇതിൽ നിന്ന് മുക്തനാകാൻ സഹായിക്കുന്നത് സത്വഗുണമാണ്. രജസും തമസും നമ്മെ ഇവിടെ കെട്ടിയിട്ട് ബന്ധിപ്പിച്ച് വിപരീതമായ അറിവ് തന്ന് അസത്യത്തെ സത്യമായും ശരിയെ തെറ്റായും തെറ്റിനെ ശരിയായും തെറ്റിദ്ധരിപ്പിക്കുകയാണ് തമോ ഗുണം ചെയ്യുന്നത്. അതുപോലെ തനിക്ക് ശക്തി നേടണം, അത് മറ്റുള്ളവരെ സംഹരിക്കാനാകണം എന്നെല്ലാം കരുതുന്നത് രജോ ഗുണമാണ്. ഗുണങ്ങളെ മനസ്സിലാക്കി നമ്മളിൽ പൊന്തിക്കൊണ്ടിരിക്കുന്ന തമസിനെയും രജസിനെയും നാം ഇല്ലാതെയാക്കി സത്വഗുണത്തെ നിലനിർത്താനാണ് നാം പരിശ്രമിക്കേണ്ടത്. ശത്രു സംഹാരവും മറ്റും ഓർത്തു സേവിപ്പു താമസർ, സത്വാദി 3 ജീവനെ മാത്രമെന്നെ തൊടില്ലവാം.